വദുർരിയാതിഹിം അവരെ മക്കളും കടക്കും. പക്ഷേ വമൻ സലഹ ഈമാനുള്ള മക്കൾ, ഈമാനുള്ള ഭാര്യ, ഈമാനുള്ള ഭർത്താവ്. ഭാര്യ നന്നായാൽ ഭർത്താവ് സ്വർഗ്ഗത്തിൽ കടക്കും. അല്ലാഹ് പറയുന്നു റഅദ് സൂറത്തിൽ, ഏതാണ് ഈ സ്വർഗ്ഗം? വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ആ സ്വർഗ്ഗത്തിന്റെ എല്ലാ വാതിലിലൂടെയും അതാ ശുദ്ധരായ മലായികത്ത് കടന്നു വരുന്ന സ്വർഗ്ഗം. ഇതാണ് ഈ ഓത്ത് കഴിഞ്ഞ് അടുത്ത ആയത്ത് അങ്ങോതുമ്പോ 24-ാമത്തെ ആയത്ത്. സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നല്ലെങ്കിൽ ഈ ആയത്ത് ഇങ്ങനെ ആകാൻ ഒരു സാധ്യതയുമില്ല. മുസ്ലിം കിടക്കുമ്പോൾ ലാസ്റ്റ് കേട്ട ആയത്ത് ഇതാണ്, അഥവാ അതോടുകൂടെ അവിടെ നിന്ന് മരിക്കുകയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്. ആർക്കെങ്കിലും ഈ ജാട കഴിയുമോ സഹോദരന്മാരെ? വെറുതെ ഉണ്ടാക്കാൻ കഴിയുമോ ഇങ്ങനൊരു രംഗം? സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് എന്റെ രക്ഷയുണ്ട്. ബിമാ സബർതും, ക്ഷമിച്ച് ജീവിച്ചില്ലേ നിങ്ങൾ? ഹറാമും കറാഹത്തും വരുമ്പോൾ ചെയ്യാൻ താല്പര്യം വന്നാൽ തന്നെ, സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ മാറി നിങ്ങൾ ക്ഷമിച്ച് ജീവിച്ചില്ലേ? നിങ്ങൾക്ക് സ്വർഗ്ഗം, നിങ്ങൾക്ക് എന്റെ സലാമുണ്ട്. ഫനിഅമ ഉഖ്ബദ്ദാർ, അല്ലെങ്കിൽ മലക്കുകൾ പറയുന്നു നിങ്ങൾക്ക് സലാമുണ്ട്. ഫനിഅമ ഉഖ്ബദ്ദാർ, എത്ര നല്ല വീടാണ് സ്വർഗ്ഗം. അല്ലാഹു അതിൽ കടക്കാൻ സ്വാലിഹീങ്ങളുടെ പിന്നിലായെങ്കിൽ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ വാക്കങ്ങ് കേൾക്കുമ്പോൾ അതാ ഒരു നെടുക്കം ബഹുമാനപ്പെട്ട മുസ്ലിയാർക്ക് സംഭവിക്കുന്നത് കാണുന്നു. അതോടുകൂടി ഈ ലോകത്തോട് പിരിയുന്നു. സുബ്ഹാനല്ലാഹ്. ആരായിരുന്നു അവർ? അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ച് ജീവിച്ചവർ, റബ്ബിനെ അറിഞ്ഞ് ജീവിച്ചവർ. അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കുമാറാകട്ടെ. മഹദിയായ നഫീസത്തുൽ ബിസ്രിയെ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിൽ അവരുടെ ഖബറിന്റെ മുകളിൽ അതാ മുസ്ഹഫ് തുറന്നു വെച്ചിരിക്കുന്നു. എന്താ വിഷയം? മഹദി അവർകൾ അതാ, ഉമ്മമാരെ ചിന്തിക്കണം. ഭർത്താവുണ്ട്, 3 മക്കളുണ്ട്, നീണ്ടകാലം ഹദീസ് പഠിച്ചിട്ടുണ്ട്, എത്രയോ ഹദീസ് അവിടുന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 30ഓളം ഹജ്ജ് പുരുഷന്മാര് കാണാത്ത രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. 60,000 ഖത്മ് മഹദി അവർകൾ ഓതി തീർത്തിട്ടുണ്ട്. ആരായിരുന്നു നഫീസത്തുൽ മിസ്രിയ? മതിവരാജ്ഞാനം പലതും ന്യായമാൽ പാടിത്തേ, മാന്യായ ബാഖിയോനിൽ പ്രിയമാലാടുത്തേ. എത്ര അറിവുകൾ പഠിച്ചു. സ്ത്രീകളെ, നിങ്ങൾ ഈ രംഗത്തില്ല. നിങ്ങൾ അടുക്കളയിൽ ജോലി ചെയ്യാനായി പടക്കപ്പെട്ടതുപോലെയാണ് നിങ്ങളുടെ ജീവിതം. തിന്നാനും കുടിക്കാനും ഡ്രസ് അലക്കാനും പവറിൽ നടക്കാനും പടക്കപ്പെട്ട ജീവികളാണെന്ന് മനസ്സിലാക്കരുത്. അള്ളാന്റെ മുമ്പിലെത്തുന്ന ഒരു ദിവസമുണ്ട്. നഫീസയെയും ആയിഷ ബീവിയെയും മഹദിമാരെയും റളിയല്ലാഹു അൻഹുന്ന അവരെ കാണുന്നൊരു ദിവസമുണ്ട്. അവരെ പിന്നിലെങ്കിലും സ്വർഗത്തിലെത്തണ്ടേ. മതിവര ആഗ്രഹം തീരാത്ത രൂപത്തിൽ ജ്ഞാനം, അറിവുകൾ ന്യായമാൽ തെളിവടക്കം പഠിത്തേ. അറിവില്ലാതെ റബ്ബിലേക്ക് എത്തില്ല. ഞാൻ പറഞ്ഞല്ലോ തൊട്ട് മുമ്പുള്ള കിതാബുടെ പരിഭാഷകൾ, അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് ഉമ്മമാരെ ഉറങ്ങുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എന്നും യഹിയയുടെ ഒരു വരി, ഒരു പേജ്, അത് വായിക്കാൻ എന്ത് പ്രയാസം. അതൊന്ന് വായിച്ചു നോക്കൂ. അതിൽ നിന്ന് എത്രയോ പാഠങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. മാന്യായ ബാഖിയോനിൽ പ്രിയമാലാടുത്തേ. അല്ലാഹുവിന്റെ ഇഷ്കും അനുരാഗവും ഹൃദയത്തിൽ കൂടി റബ്ബിനെ പഠിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അങ്ങനെ മഹദി അവർകൾ വല്ലാത്ത രൂപത്തിൽ അല്ലാഹുവിലേക്ക് അടുത്തു. ഉദിപകലിൽ ഒക്കെയും നൽ നോമ്പതും പൂടിത്തേ, ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊഴുതിടും സാദത്തേ. രാത്രി ഉറങ്ങാതെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അധിക ദിവസങ്ങളിലും നോമ്പായിരുന്നു. ഇങ്ങനെ കാണാം അവിടുത്തെ ുടെ താനമേലെ വിത്തേ, പതിലും വളർമകശുപും എറിവിലായത്തേ. അവിടുത്തെ ചരിത്രം നീണ്ടതാണ്. നഫീസ ബീവിയിൽ മാത്രം ചരിത്ര കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, എഴുതപ്പെട്ടിട്ടുണ്ട്. മറ്റു കിതാബുകളിൽ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുമുണ്ട്. മഹദിയരുടെ ചരിത്രത്തിൽ കാണാം, പരിശുബിക്ക് മൗത്ത് വന്ന് ഹാളിറായോക്കത്തെ, വൈദ്യനൂരത്ത് നോമ്പൊടിക്കുവാൻ കൽപ്പിത്തേ. വൈദ്യര് പറഞ്ഞു നോക്കിയിട്ട് വല്ലാത്ത വിഷമുണ്ട്, ഹാർട്ടിനോ മറ്റോ, അതുകൊണ്ട് നോമ്പൊഴിച്ചിട്ട് വെള്ളം കഴിക്കണം, ഗുളിക മരുന്ന് കഴിക്കണം. അവിടുന്ന് പറഞ്ഞു എനിക്ക് ആവൂല, ഞാൻ ഒരിക്കലും നോമ്പ് മുറിക്കൂല. എങ്ങനെയാ വരി ഞാൻ മറന്നു.
ആർക്കെങ്കിലും അറിയോ? ആർക്കാണ് എന്നെ മാല എന്താ നഫീസത്ത് മാല എന്നൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താ സ്വർണത്തിൻ്റെ ആ ചെമ്പിൻ്റെ നയിക്കും. ഈ രൂപത്തിലായിപ്പോയി. ഞാൻ മുറിത്തിടാ സൗമാനെ, ഞാൻ ഈ നോമ്പ് മുറിക്കുകയില്ല. കനിന്തവൻ നോമ്പോട് കൂടെ എന്നെ ഇപ്പോൾ താനേ എന്നും വീണ്ടും കൊണ്ട് അവർ ഒതിയനാമാനേ മാനിത സൂറത്ത് തീരും മുമ്പ് മൗതായാനേ. മഹാമഹദി അവർ പറയുന്നു, അള്ളാഹു നോമ്പോട് കൂടെ എന്നെ മരിപ്പിക്കട്ടെ. റമളാനിലാണ് റമളാനിലുള്ള ജുമുഅരാവിൽ തിട്ടേ റമളാനിലെ നോമ്പ് നോറ്റ് കിടക്കുന്ന നഫീസ, മരിക്കുന്ന ആൾക്ക് ദാഹമുണ്ടായിരിക്കും. ആ ദാഹമുള്ള നഫീസ പറയുന്നത്, കനിന്തവൻ നോമ്പോടുകൂടെ എന്നെ ഇപ്പോൾ താനേ എന്റെ നോമ്പോടുകൂടെ റബ്ബെന്നെ മരിപ്പിച്ചിരുന്നെങ്കിൽ എന്നും വീണ്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഓതിയാൻ ആമാനേ. ഖുർആൻ കാണാതെ അറിയുന്ന നഫീസ വിശുദ്ധ ഖുർആൻ അങ്ങ് ഓതുന്നു. അൻആം സൂറത്തിന്റെ തുടക്കം മുതൽ അങ്ങ് ഓതുന്നു. മാനിദാ മഹത്തായ മാനിദ സൂറത്ത് തീരും. ഈ മഹത്തായ സൂറത്ത് തീരുന്ന മുമ്പ് മൗതായാനേ, സൂറത്ത് തീരുന്ന മുമ്പ് മരിക്കുന്നു. എന്താ മുമ്പ് മരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം? ഇസ്ആഫുർ റാഗിബീൻ എന്ന കിതാബ് എടുത്തു നോക്ക്, നൂറുൽ അബ്സാറൊക്കെ എടുത്തു നോക്ക്, മറ്റു കിതാബുകളിലൊക്കെ കാണാം. നഫീസ ബീബി അൻആം സൂറത്ത് അങ്ങോട്ട് ഓതിയിട്ട് ആ ഓതി ലഹും ദാറുസ്സലാം, ബഹുമാനപ്പെട്ട തേനു മുസ്ലിയാരുടെ അനുഭവമായ അതാ അവിടെ ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അനുഭവിച്ച പോലെ മഹദി സ്വന്തം തൊള്ള കൊണ്ട് ഓതുകയാണ്. തേനു മുസ്ലിയാരും ഇതും കൂടി കുറെ വ്യത്യാസമുണ്ട്. നഫീസയുടെ അവസ്ഥയാണ് തേനു മുസ്ലിയാരുടെ അവസ്ഥയേക്കാൾ വലിയ മഹത്വപ്പെട്ടത്. മഹദിയുടെ നാവ് കൊണ്ട് തന്നെ ഓതുകയാണ്. ഓതുമ്പോൾ ലഹും ദാറുസ്സലാം, മുഅ്മിനീങ്ങൾക്ക് സ്വർഗ്ഗലോകമുണ്ട്. അതാ ലഹും ദാറുസ്സലാം ഇന്ദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അരികിൽ സ്വർഗ്ഗലോകമുണ്ട്. വഹുവ വലിയും, അവരുടെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. ബിമാ കാനൂ യഅമലൂൻ, അവരുടെ അമലുകളാണ് അതിന് കാരണമെന്ന് അല്ലാഹു പറയുന്ന ആയത്തെത്തിയപ്പോൾ, അത് അൻആം സൂറത്ത് അവസാനിക്കുന്ന ഭാഗമല്ല, ആ ആയത്തെത്തിയപ്പോഴാണ് നഫീസ ബീവി മരിക്കുന്നത്. ആ ആയത്ത് ഇങ്ങനെ മുസാഫിന്റെ ഭാഗം ഇന്നും ഖബർ മുഖത്ത് തുറന്നു വെച്ചത് കാണാം. അതൊന്നും ജാടയിൽ നടക്കില്ല. അല്ലാഹു അവരൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹുരൊക്കെ ബറക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹുരെ ബറക്കത്തുകൊണ്ട് നമ്മൾ നന്നാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തേനൊരിപ്പാപ്പ, അവരുടെ ചരിത്രം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എൻ്റെ ഓർമ്മയിലും ഞാൻ എഴുതി വെച്ചതിന് ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ പ്രസംഗിച്ചിട്ടുള്ളൂ. അതിനെ കഴിയൂ. അള്ളാഹു അവിടുത്തെ മദതുകൾ നമുക്ക് നൽകുമാറാകട്ടെ. ഈ പരിപാടിയുടെ പേരിൽ അള്ളാഹു ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അവിടുത്തെ മദത് ആഖിറത്തിൽ നൽകുമാറാകട്ടെ. ആഖിറത്തിൽ അവരെ കൂടെ ഒരുമിച്ച് കൂടാനും അവിടുത്തെ മുഖം കാണാനും അവിടുത്തെ ശഫാഅത്ത് കിട്ടാനും എൻ്റെ പ്രസംഗം എനിക്കും കേട്ട നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് അധികാരണത്താൽ അള്ളാഹു വിധി തരുമാറാകട്ടെ. നമ്മളൊക്കെ രോഗികളാണ്, പ്രയാസങ്ങളുള്ള അള്ളാഹുവിനെ അറിയാത്തവരാണ്, മുത്തനബിയുമായി ബന്ധമില്ലാത്തവരാണ്. ബന്ധമുള്ളവരെ പറയുകയല്ലാതെ നമുക്ക് മാർഗമില്ല. ആ ബന്ധമുള്ളവരുടെ ബർക്കത്ത് കൊണ്ട് മരണ ടൈമിലെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലുമായുള്ള ബന്ധം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ മക്കൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഹസനി ഉസ്താദിനും ജലീൽ സഖാഫിക്കും മറ്റു പണ്ഡിതന്മാർക്കും അവരുടെ പെൺകുട്ടികളുടെ മക്കൾക്കും ആൺകുട്ടികളുടെ മക്കൾക്കും പേരമക്കൾക്കും എല്ലാവർക്കും അള്ളാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവിടുത്തെ ചരിത്രത്തിൽ മിന്നത്തുൽ ബാരി എന്നൊരു മൗലിദ് നമ്മളെ ആരാണ് മാത്തൂര് മൊയിലേര് എഴുതിയിട്ടുണ്ട്. അത് കോപ്പിയൊക്കെ വാങ്ങി അതൊക്കെ ഓതാനും ബന്ധപ്പെടാനൊക്കെ നമ്മൾ പരിശ്രമിക്കണം. തേനു മുസ്ലിയാർ എന്നത് പുസ്തകത്തിൽ പറയുന്നത് സൈനുദ്ദീൻ എന്നത് ലോപിച്ചതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയല്ല. നമ്മൾ മുത്ത്, അതുപോലെ തന്നെ മാൻ എന്നുള്ളൊരു ജീവിയാണ്. ഇങ്ങനെയൊക്കെ സ്നേഹത്തിന് മാന് എന്നതിനെ മാനുവോ എന്ന് പറയും. മാനെ എന്നാ വിളിക്കുന്നത്. മുത്തിനെ മുത്തേ എന്ന് വിളിക്കും. അങ്ങനെ സ്നേഹത്തിൽ തേനെ എന്നതിനെ തേനോ എന്ന്
ഉപ്പമാരും ഉമ്മമാരും വിളിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊരു വലിയ അതുകൊണ്ട് തേനൊലി എന്ന് പറയുന്നു എന്ന് മാത്രം. അള്ളാഹു അടുത്ത ബറക്കത്ത് നമ്മൾക്ക് നൽകുമാറാകട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ദ്വാരക്കണം. ഒരിക്കലും തന്നെ ആള് പറയേണ്ട അർഹതയില്ല. അത് ഹസനി ഉസ്താദിന് അവിടുത്തെ പേരമകനാണ്. അവിടുന്ന് വന്ന് പറഞ്ഞു കണ്ടപ്പോൾ പാപ്പാക്കിൻ്റെ വേണ്ടി നിങ്ങൾ വാള് പറയണമെന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ ഒരു ആവശ്യം പോലെ എനിക്ക് തോന്നി. അഥവാ ഞാനും കുറേ രോഗങ്ങൾക്ക് അടിമയാണ്. നിങ്ങളോട് സങ്കടം പറയല്ല, നിങ്ങൾ ദ്വാരക്കണം. ഷുഗറും പ്രഷറും മറ്റും അതും ഇതൊക്കെ കുറേ ഉണ്ട്. അതൊക്കെ ശിഫയാവണം. നീണ്ട കാലം ദിർസ് നടത്തണം. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടി മരിക്കണം. മുത്തുനബിയുടെ പൊരുത്തം കിട്ടണം. മഹാന്മാരെ പൊരുത്തം കിട്ടണം. നമ്മളൊന്നും അവർ ജീവിച്ചതിൻ്റെ 1000-1 പോലും നമുക്ക് ആ വഴിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ മശായിഖുമാർ, നമ്മൾ സ്നേഹിക്കുന്ന മഹാന്മാർ, അവർ വലിയവരാണെന്നതിൽ നമുക്കൊരു സംശയവുമില്ല. അള്ളാഹു അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഈ ഇത്രയും വേദികളെ കാരണത്താൽ അള്ളാഹു അവരോട് നമ്മെ ചേർക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിങ്ങൾക്ക് ദുആ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.